ഇവിടെ പരു കരിങ്കൊടിയൊന്ന് വീശിയതേ ഓർമ്മയുള്ളു. ഓ, കഴുത്തങ്ങോട്ട് ഒരൊറ്റ ഉളുക്കല്ലേ, അതിന്റെ കൂടെതാ കയ്യിലൊരു പരു. കൊല്ലാൻ ശ്രമിച്ചതാ, കൊല്ലാൻ കരിങ്കൊടി വീശി. ഒരു സ്ത്രീയല്ലേ ഞാൻ, കൂടുതലും സംസാരിക്കാം വയ്യ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ, ഫോൺ വിളിച്ചിട്ട് വാടാ എന്ന് വിളിച്ചപ്പം കരിങ്കൊടിയും കൊണ്ട് എല്ലാരും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറെ മഹാഭാവികൾ പറയുക അവര് വന്ന് പ്രതിഷേധിക്കുന്നതും പോലീസുകാർ വലയം തീർത്ത് നിൽക്കുന്നതും മാത്രമേ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളൂ. എന്നെ കയ്യേറ്റം ചെയ്യുന്നത്, എന്റെ പെടലി കരിങ്കൊടി വീശി ഉളുക്കുന്നത് അതിലൊന്നും വന്നിട്ടില്ലെന്ന്. എടാ മഹാഭാവികളെ, അങ്ങനെന്നുണ്ടെങ്കിലല്ലേ പുറത്തു വരുള്ളൂ. കയ്യിലുള്ള പരു കിട്ടുന്നുണ്ടല്ലോ അല്ലേ, ഏതായെങ്കിലും വെച്ചാലാ പരുവും പെടലിയും ഒന്നിച്ച് കിട്ടുന്നത്. അപ്പൊ കരിങ്കൊടിയൊക്കെ വീശുമ്പോൾ ആ കാറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലുള്ള ഏതെങ്കിലും തൂണിലൊക്കെ പിടിച്ചു നിൽക്കണം, അല്ലെ എന്റെ മറവിലൊക്കെ കയറി നിൽക്കണമെന്ന് അറിഞ്ഞുകൂടായിരുന്നോ മന്ത്രി? ഇത്രയും വർഷത്തെ പ്രവൃത്തി പരിചയം അതിന് പോരാതെ വന്നോ? എന്ത് അടിപൊളി ഒരു സ്ക്രിപ്റ്റ് ആണത്. റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധക്കാരുണ്ടാകും എന്ന് മുൻകൂട്ടി അറിയാം. അവരുടെ അടുത്തേക്ക് എന്തിന്റെ പ്രതിഷേധം, എന്തിന്റെ പ്രതിഷേധം, എന്തിന്റെ പ്രതിഷേധം എന്ന് കഴുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനയ്ക്കെങ്കിൽ ഇവിടെ എന്റെ കഴുത്തുളക്കി. നമുക്ക് പിന്നെ ആംബുലൻസ് എ സി ഒന്നും കിട്ടത്തില്ലല്ലോ, പോട്ടെ. അങ്ങോട്ട് ചെന്ന് കേറുന്നു. ആ പയ്യന്മാര് KSUകാര് കരിങ്കൊടിയും കൊണ്ട് ഓടി വന്നപ്പോഴേ ഒരു ബറ്റാലിയൻ പോലീസ് അവരെ കയറി അങ്ങ് വളഞ്ഞു. എന്നിട്ടും അവിടെ നിന്ന് ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ മന്ത്രിമാർക്ക് നേരെ, അതായത് മുഖ്യമന്ത്രിക്ക് നേരെ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. അവരാരും വണ്ടി എവിടെ നിർത്തി അതിൽ നിന്ന് ഇറങ്ങി തല്ലിടാ, എന്നെ കൊല്ലിടാ, വാടാ, നമുക്ക് നോക്കാടാ എന്നൊക്കെ പറഞ്ഞ് കഴുത്തിട്ട് ആട്ടി ഉളുപ്പല്ല ചെയ്യുന്നത്. അപ്പൊ നിലവില് ആരോഗ്യമേഖല സർവത്ര തകർച്ചയിലാണ്. ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന സമയമാണ്, ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്തില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നറിയാം. സഹതാപ തരംഗം എന്നുള്ളത് നമ്മുടെ 27ാമത്തെ അടവായിട്ട് വരും. അവസാനം ഒന്നും കയ്യിലില്ലാതെ വന്നപ്പോ അത് എടുത്തങ്ങ് പയറ്റി. ഒരു സ്ത്രീയാണ്, ഒരമ്മയാണ്, സ്ത്രീകളെ സംരക്ഷിക്കാൻ അറിയാൻ വയ്യാത്തവന്മാർ രാഷ്ട്രീയക്കാരാണോ തുടങ്ങി നമുക്ക് കേട്ടാൽ രോമാഞ്ചം വന്ന് നമ്മൾ കേറിച്ചെന്ന് അടിക്കത്തക്ക വിധത്തിൽ ഒരു പ്രസംഗം